ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ ഒരു ന്യൂസ് കേരളത്തിൽ ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. ഭാര്യയും അതുപോലെ തന്നെ കുട്ടിയും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഗൾഫിലുണ്ടായിരുന്ന ഭർത്താവ് നാട്ടിൽ വന്ന സമയത്താണ് ഇത് കണക്ക് ഭാര്യയും കുട്ടിയും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസിന് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു വ്യക്തി കുറേയധികം ഓൺലൈൻ മീഡിയാസിനെയും മെയിൻ ചാനൽസിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തൊരു കാര്യം കൂടിയായിരുന്നു. കുറേ നാൾ എന്ത് പറ്റി വൈഫിനും കുട്ടിക്കും എന്ന് ആ ഒരു ഭർത്താവിനൊന്നും അറിയത്തില്ല. നല്ല സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായിരുന്നു. അങ്ങനെ 2 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ഒരു ഭർത്താവ് വിദേശത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം തിരിച്ചു വരാമെന്നുള്ള രീതിയിൽ വന്ന സമയത്ത്, ഈ ലീവിന് വന്ന സമയത്തുണ്ടെങ്കിൽ ഈ ഒരു ഭാര്യയും മോനെയും കാണുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എവിടെ പോയെന്നും തനിക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിൽ കൂടിയായിരുന്നു ഈ ഒരു ഭർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേയധികം ന്യൂസുകളൊപ്പം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള രീതിയിലൊക്കെ ആദ്യമേ കുറേയധികം അന്വേഷണമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഭാര്യ ആരെങ്കിലും കൂടെ പോയോ എന്നുള്ള രീതിയിലൊക്കെയും വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വൈഫുണ്ടെങ്കിൽ കുട്ടിയെയും കൊണ്ട് ഏതോ അടുത്ത് തന്നെ വീടിൻ്റെ അടുത്തുള്ള ഏതോ ഒരു മൊബൈൽ കടക്കാരനുമായിട്ട് ഒളിച്ചോടിപ്പോയി എന്നുള്ള രീതിയിലൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ന്യൂസ് കേട്ടതോടെ ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു കുറേയധികം പേർക്ക്. ആദ്യമേ ഈ ഒരു വൈഫിന് കുട്ടിക്ക് എന്തെങ്കിലും പറ്റിപ്പോയോ എന്നുള്ളതായിരുന്നു ആ ഒരു ഹസ്ബൻഡിൻ്റെയൊക്കെ ഡൗട്ട്. പക്ഷേ ഇതേ കണക്കാണ് സംഭവിച്ചതെന്ന് അറിഞ്ഞ സമയത്ത് ഈ ഒരു കാര്യം വലിയൊരു ചർച്ചയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഒളിച്ചോടിപ്പോയ ഒരു മൊബൈൽ കടക്കാരനായിട്ടുള്ള വ്യക്തിക്ക് ഓൾറെഡി ഒരു വൈഫുണ്ട്, 2 മക്കളുണ്ട്. അപ്പം ആ ഒരു കുടുംബം കൂടി തകർത്തിട്ടാണ് ഇവർ പോയിട്ടുണ്ടായിരുന്നത്. അവർ ഈ കുട്ടിയും കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ ഇത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭർത്താവ് തന്നെ അതിന് ശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിലുള്ള എത്രയോ സ്വർണവും കൂടി എടുത്തുകൊണ്ടാണ് പോയേക്കുന്നത് എന്നുള്ളത്. എനിക്കിനി അവിടെ വേണ്ട എന്നുള്ള രീതിയിൽ എനിക്കെൻ്റെ കുട്ടിയെ തിരിച്ച് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലൊക്കെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെ ഉണ്ടെങ്കിൽ കുറേയധികം പേര് ഈ ഒരു വൈഫിനെതിരെയൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടോ? കാരണം കുറേയധികം ഇപ്പം ഈ ഒരു നാട്ടിലൊക്കെ ഉള്ള വിദേശത്ത് വർക്ക് ചെയ്യുന്ന ഗൾഫുകാരുടെയൊക്കെ ഭാര്യമാർക്ക് കുറേയധികം ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് കുറച്ച് പേര് ഈ ഒരു വൈഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പം മുമ്പോട്ട് വന്നേക്കുവാണ്. അതും കുറേ സ്ത്രീകളാണ് മുമ്പോട്ട് വന്നേക്കുന്നത്. ഇവരെ കണ്ട ഈ ഒരു ഓടിപ്പോയത് ഇവരെ കൂട്ടുകാരി എന്തോ ആണ്, അവരെ ന്യായീകരിക്കാൻ വന്ന കണക്കൊക്കെയാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, ഒരു ഭാര്യ ഇതേ കണക്ക് ഒരിക്കലും ഓടിപ്പോകത്തൊന്നുമില്ല മറ്റൊരു വ്യക്തിയോട്, ഒട്ടും സഹിക്കാൻ വയ്യാതെയും അതുപോലെ തന്നെ ഒരു സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് ഇതേ കണക്ക് അവരൂടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടി ഇങ്ങനെ കുറ്റം പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഭർത്താവുമായിട്ട് ജീവിക്കാനൊന്നും പറ്റുന്നില്ല, ഓക്കെ, അത് സാധാരണ കാര്യമാണ്. പറ്റുന്നില്ല, ഓക്കെ, എന്താണ് ചെയ്യേണ്ടത്? ഡിവോഴ്സ് ആവുക. ഡിവോഴ്സ് ആയതിന് ശേഷം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത എന്താണോ കല്യാണം കഴിക്കണോ അങ്ങനെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീട് നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോകുക എന്നുള്ളൊരു കാര്യമാണ്. ഇതൊന്നും ചെയ്യാതെ കൊച്ചിനെയും കൊണ്ടുണ്ടെങ്കിൽ വേറൊരു വ്യക്തിയുടെ ഒളിച്ചോടി പോകും. അതും ആ ഒരു വ്യക്തിക്കാണെങ്കിൽ വേറെ വൈഫുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ എന്തുദ്ദേശത്തിലാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ കുറേയധികം പേര് വന്ന് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. ഒരു ന്യായീകരണം കാണുന്ന സമയത്ത് തോന്നുന്നത്, എന്തിനാണ് ഇങ്ങനത്തെ ഉള്ളത് ന്യായീകരിക്കുന്നത്? അതൊരു സ്ത്രീ ആയതുകൊണ്ടാണോ? തെറ്റ് ചെയ്താൽ തെറ്റെന്ന് തന്നെ പറയണം. അതിൽ പിന്നെ വലിയ ന്യായീകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ആര് ചെയ്താലും ഇതേ കണക്ക് അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇതേ കണക്ക് നാട്ടിൽ ബസ് കണ്ടക്ടറായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് വിദേശത്ത് ജോലിയൊക്കെ ചെയ്യുന്നതാണ്. അവിടെ ചെന്നിട്ട് ഇതേ കണക്ക് വേറൊരു വ്യക്തിയായിട്ട് ഇഷ്ടത്തിലാവുകയും ഇവർക്കൊരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. കുട്ടിയെ രാജേഷ് തന്നെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമയത്തല്ലേ ഈ ഒരു ഭർത്താവ് നോക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു കൊച്ചിനെ. കുറച്ച് വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു വൈഫ് നാട്ടിൽ വരികയും കൊച്ചിനെ വേണമെന്ന് പറഞ്ഞ് കസ്റ്റഡി ആവശ്യപ്പെട്ട് കേസ് കൊടുത്തു. അതിൻ്റെ പോരാട്ടം കുറച്ച് നാൾ നടന്നിട്ടുണ്ടായിരുന്നു. അവസാനം ഈ ഒരു വൈഫിന് തന്നെ ഈ ഒരു കൊച്ചിനെ കിട്ടേണ്ട അവസ്ഥയായി. അങ്ങനെ വന്ന സമയത്ത് ഇതൊട്ടും സഹിക്കാൻ വയ്യാതെ ഈ ഒരു രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട സമയത്ത് എല്ലാവരും ചോദിച്ചൊരു കാര്യം, കോടതി ഇങ്ങനെ ഒരു ഉത്തരവാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു വൈഫിൻ്റെ കൂടെയാണ് ആ ഒരു കൊച്ചിനെ വിടാൻ. എന്തറിഞ്ഞിട്ടാണ് ഇത് കണക്ക് വിട്ടതെന്നുള്ളൊരു കാര്യമാണ്. ഇത്രയും നാളായിട്ട് ആ ഒരു ഹസ്ബൻഡാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്.
എന്നിട്ട് പോലും ആ ഒരു വൈഫിൻ്റെ കൂടെയാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പുരുഷന്മാർക്ക് ഇവിടെ ഒരു നിയമം ഇല്ലേ എന്നുള്ള രീതിയിൽ കുറേ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുന്ന സമയത്താണ് കുറേയധികം ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു പോകുന്നത്. എന്തായാലും ഇതേ കണക്ക് ഈ ഒരു ഭർത്താക്കന്മാർ മാത്രമാണ് ശരിയെന്നൊന്നും അല്ല, ചില സമയത്ത് തിരിച്ചും അങ്ങനെ നടക്കാറുണ്ട്. അപ്പോൾ രണ്ടും ആരുടെ ഭാഗത്താണോ തെറ്റ് അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അത് ആണായാലും പെണ്ണായാലും ആര് തെറ്റ് ചെയ്താലും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ എനിക്കിങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരോട് പറയാനുള്ളത്, ഇത് കണക്ക് ആവശ്യമില്ലാത്ത തെറ്റ് ചെയ്തവരെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ പോരെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഇത് വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക.